Good morning, all. Our topic is process or stages involved in capacity planning. Capacity planning വരുന്ന different stages അല്ലെങ്കിൽ പ്രോസസ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ്. ഫസ്റ്റ് വൺ, ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്. The manager has to take a long-range forecast of demand in order to determine the resources needed to produce and offer specified goods and services. Market trend changes, competitors' role, and technological changes have to be carefully examined. അപ്പോൾ നമ്മൾ കപ്പാസിറ്റി പ്ലാൻ ചെയ്യുന്നതിൽ ഏറ്റവും ആദ്യം ഒരു ഓപ്പറേഷൻസ് മാനേജർ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ആണ്. അതായത് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സാധനത്തിന് മാർക്കറ്റിൽ എത്ര ഡിമാൻഡ് ഉണ്ട്, അല്ലെങ്കിൽ മാർക്കറ്റിൽ അതിൻ്റെ ട്രെൻഡ് എന്താണ്, കോമ്പറ്റീറ്റേഴ്സിൻ്റെ റോൾ എന്താണ്, അല്ലെങ്കിൽ ടെക്നോളജി എത്രത്തോളം അഡ്വാൻസ്ഡ് ആണ്, കോമ്പറ്റീറ്റേഴ്സ് ഏതൊക്കെ ടെക്നോളജീസാണ് യൂസ് ചെയ്യുന്നത്, ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യണം. അതായത് നമുക്ക് ഇത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഇത്രയും ആളുകൾക്ക് ഇത് ആവശ്യമുണ്ട്. ആ രീതിയിലുള്ള അനാലിസിസാണ് പ്രോസസ്സിൽ അല്ലെങ്കിൽ സ്റ്റേജസിൽ വരുന്ന ഫസ്റ്റ് എലമെൻറ്റ് എന്ന് പറയുന്നത്. അതായത് കപ്പാസിറ്റി പ്ലാനിങ്ങിലെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ആണ്. സെക്കൻഡ്, കപ്പാസിറ്റി ഡിസിഷൻ. അതായത് സെക്കൻഡ് സ്റ്റേജാണ് കപ്പാസിറ്റി ഡിസിഷൻ. നമ്മൾ ഫസ്റ്റ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് നടത്തി കഴിഞ്ഞിട്ടാണ് കപ്പാസിറ്റി ഡിസിഷനിലേക്ക് വരുന്നത്. നമുക്ക് ഡിമാൻഡ് എത്രയുണ്ട്, മാർക്കറ്റിൽ എത്ര ഡിമാൻഡ് ഉണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയാൽ അതിൻ്റെ ബേസിൽ കപ്പാസിറ്റി ഡിസിഷൻസ് എടുക്കണം. അതായത് നമുക്ക് ഇത്ര വലിയ പ്ലാന്റ് വേണം, അല്ലെങ്കിൽ നമുക്ക് ഇത്രയും ലേബർ അവേഴ്സ് ആവശ്യം ഉണ്ടാവുമായിരിക്കും. ആ രീതിയിലുള്ള കപ്പാസിറ്റി ഡിസിഷൻസ് എടുക്കണം. The demand forecasting of goods and services then must be translated into a measure of capacity needed. On the basis of forecasting of demand for products, organization will be able to determine the various resources needed for producing such goods. അത് ഫോർകാസ്റ്റിങ്ങിലൂടെ നമ്മൾ ഡിമാൻഡ് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്, നമുക്കതിനാവശ്യമായിട്ടുള്ള വിവിധ റിസോഴ്സസ് ഏതൊക്കെയാണെന്നുള്ളത്, അതിൻ്റെ കപ്പാസിറ്റി അത് എത്രത്തോളം വേണം എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. നെക്സ്റ്റ്, തേർഡ് സ്റ്റേജ്, ഫെസിലിറ്റീസ് പ്ലാനിങ്. Capacity decisions automatically lead to the setting up of necessary facilities in order to produce goods and services as determined in the previous steps. Facilities planning can be done either by the expansion or contraction of existing facilities or by setting up of additional new facilities. നമ്മൾ ആദ്യം എന്ത് ചെയ്തു, ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്തു. അതിൻ്റെ ബേസിൽ നമുക്ക് ഇത്ര വലിയ പ്ലാന്റ് വേണ്ടി വരും, ഇത്ര എംപ്ലോയീസ് വേണ്ടി വരും എന്നൊക്കെയുള്ള കപ്പാസിറ്റി ഡിസിഷൻസ് നമ്മളെടുത്തു. തേർഡ്, ഫെസിലിറ്റീസ് പ്ലാനിങ് ആണ്. അല്ലേ, നമുക്കിപ്പം നമ്മളെ ഡിമാൻഡിനനുസരിച്ച് ചിലപ്പോൾ നമുക്ക് ഒരുപാട് വലിയ പ്ലാന്റ് വേണ്ടി വരും. ആ വലിയ പ്ലാന്റ് വേണം എന്നുള്ള തീരുമാനം എടുത്താൽ മാത്രം പോലെ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു വലിയ പ്ലാന്റ് സെറ്റപ്പ് ചെയ്യണം. അല്ലേ, അപ്പോൾ ആ ഒരു സ്റ്റേജാണ് എന്ത്, ഫെസിലിറ്റീസ് പ്ലാനിങ്. ചിലപ്പോൾ നമുക്ക് കുറേ ലേബർ അവേഴ്സ് വേണ്ടി വരും. അപ്പോൾ ഓൾറെഡി നമുക്ക് അത്രയും ലേബർ അവേഴ്സ് ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, കൂടുതൽ എംപ്ലോയീസിനെ ഹയർ ചെയ്യേണ്ടി വരും. അതൊക്കെ വരെ എവിടെയാണ്, ഫെസിലിറ്റീസ് പ്ലാനിങ്ങിലാണ്. കപ്പാസിറ്റി പ്ലാനിങ്ങിലെ ലാസ്റ്റ് സ്റ്റേജാണ് ഡിസിഷൻസ് ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ. ഫൈനലി, alternative resource requirements plan should be properly evaluated. The feasibility of plans along with its economic impact needs to be analyzed. Detailed study of economic impact of resources requirement is essential to make the capacity planning a reality. നമ്മൾ ലാസ്റ്റ് ഫൈനൽ ഡിസിഷൻ എടുക്കുന്നതിൻ്റെ മുന്നേ തന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ആൾട്ടർനേറ്റീവ് ചോയ്സസ് നോക്കണം. അല്ലെ, നമ്മൾ കണ്ടെത്തി വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ വേറൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കമ്പയർ ചെയ്യണം. എന്നിട്ട് അതിൽ നിന്ന് നമുക്ക് ഏറ്റവും ഫീസിബിൾ ആയിട്ടുള്ളത്, ഇക്കണോമിക്കലി നോക്കുമ്പോൾ, സാമ്പത്തികമായിട്ടൊക്കെ നോക്കുമ്പോൾ ഏറ്റവും ഫീസിബിൾ ആയിട്ടുള്ളത് ഏതാണെന്ന് അനലൈസ് ചെയ്തിട്ട് അത് ചൂസ് ചെയ്യണം. അതായത് ഡീറ്റെയിൽഡ് സ്റ്റഡി ഓഫ് ഇക്കണോമിക് ഇമ്പാക്റ്റ് ഓഫ് റിസോഴ്സ് റിക്വയർമെൻറ്റ് ഈസ് എസെൻഷ്യൽ ടു മേക്ക് ദ കപ്പാസിറ്റി പ്ലാനിങ് എ റിയാലിറ്റി. അതായത് നമ്മളിപ്പോൾ പ്ലാന്റ് കുറേ എക്സ്പാൻഡ് ചെയ്യണം, അല്ലെങ്കിൽ കുറേ എംപ്ലോയീസ് വേണം എന്നൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കിയതെങ്കിൽ അതൊക്കെ ചെയ്യുന്നതിൻ്റെ മുന്നേ തന്നെ അതിൻ്റെ എക്കണോമിക് ഇമ്പാക്റ്റ്, അതായത് നമുക്കിതൊക്കെ പ്രോഫിറ്റബിൾ ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ബിസിനസ്സിന് ഇത് ലോങ് റണ്ണിൽ സക്സസ് ആകുമോ എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്തിട്ട് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഫൈനൽ ഡിസിഷൻ എടുക്കാൻ പാടുള്ളൂ എന്നാണ് ഡിസിഷൻസ് ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻസിൽ പറയുന്നത്. അപ്പോൾ ഇത്രയാണ് എന്ത്, സ്റ്റേജസ് അല്ലെങ്കിൽ പ്രോസസ് ഓഫ് കപ്പാസിറ്റി പ്ലാനിങ്.
നമ്മൾ ഓൾറെഡി സ്റ്റേജസ് അല്ലെങ്കിൽ പ്രോസസ്സ് പറഞ്ഞു. അപ്പോൾ അതിൽ വരുന്ന കാര്യങ്ങൾ തന്നെ നമുക്ക് സിമ്പിളായിട്ട് സ്റ്റെപ്സ് ആയിട്ട് പറയാം. കപ്പാസിറ്റി പ്ലാനിങ്ങിൽ വരുന്ന സ്റ്റെപ്സ് ആയിട്ട് പറയാം. ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ടേക്ക് എ സ്റ്റോക്ക് ഓഫ് ദി എക്സിസ്റ്റിംഗ് കമ്പനി സിറ്റുവേഷൻ ആൻഡ് എൻവയോൺമെൻറ്റ് ടു ഫോർകാസ്റ്റ് ഫ്യൂച്ചർ ഡിമാൻഡ്സ് taking into account the possible impact of technology, competition and other constraints. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മുടെ കമ്പനീൻ്റെ ഓൾറെഡി ഉള്ള സിറ്റുവേഷനും അതിൻ്റെ എൻവയോൺമെൻറ്റും ഒക്കെ നമ്മുടെ ഫ്യൂച്ചറിൽ വരുന്ന ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഫ്യൂച്ചറിലുള്ള ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ടെക്നോളജിയിൽ വരാൻ ചാൻസസ് ഉള്ള ചേഞ്ചസ് അല്ലെങ്കിൽ ഇമ്പാക്റ്റ് ഓഫ് ടെക്നോളജി, കോമ്പറ്റീഷന്, പിന്നെ മറ്റ് കൺസ്ട്രെയിൻസ്, മറ്റ് തടസ്സങ്ങളൊക്കെ എന്തൊക്കെ ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട് ഫ്യൂച്ചറിൽ, അതും കൂടെ കൺസിഡർ ചെയ്യണം. ഇതൊക്കെ നോക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ കമ്പനിയുടെ ഓൾറെഡി ഉള്ള സിറ്റുവേഷനും അതിന് അവൈലബിൾ ആയിട്ടുള്ള അതിൻ്റെ എൻവയോൺമെൻറ്റും കൂടെ പരിഗണിച്ചിട്ട് വേണം ഫ്യൂച്ചർ ഫോർകാസ്റ്റിംഗ് നടത്താൻ. സെക്കൻഡ്, ഡിറ്റർമൈൻ ദി അവൈലബിൾ കപ്പാസിറ്റി. അതായത് നമുക്ക് ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള കപ്പാസിറ്റി എന്താണെന്നുള്ളത് നമ്മൾ കറക്റ്റ് മനസ്സിലാക്കണം, എന്തൊക്കെ എത്രയൊക്കെ ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ. തേർഡ്, കൺവേർട്ട് പ്രഡിക്ഷൻസ് ഇൻ ടു ഫിസിക്കൽ കപ്പാസിറ്റി റിക്വയർമെൻറ്റ്സ്. അതായത് നമ്മൾ പ്രഡിക്റ്റ് ചെയ്യണം, നമുക്ക് ഇത്ര എംപ്ലോയീസ് വേണ്ടി വരും, ഇത്ര പ്ലാൻ കപ്പാസിറ്റി വേണ്ടി വരും എന്നുള്ള പ്രഡിക്ഷൻസൊക്കെ നമ്മൾ അത് നിലവിൽ വരുത്തുക, ഫിസിക്കൽ കപ്പാസിറ്റി റിക്വയർമെൻറ്റ്സ് ആക്കി മാറ്റുക, പ്ലാന്റ് വലുതാക്കുക, കൂടുതൽ എംപ്ലോയീസിനെ ഹയർ ചെയ്യുക, അതൊക്കെ. ഫോർത്ത്, ഡെവലപ്പ് അൾട്ടർനേറ്റ് കപ്പാസിറ്റി പ്ലാൻസ് ഫോർ മാച്ചിങ് റിക്വയർഡ് ആൻഡ് അവൈലബിൾ കപ്പാസിറ്റി. അതായത് നമ്മൾ എന്താ പറയുക, ഒരൊറ്റ കപ്പാസിറ്റി പ്ലാനിൽ മാത്രം സ്റ്റിക്ക് ചെയ്യാതെ നമുക്ക് ഫീസിബിൾ ആയിട്ടുള്ള അൾട്ടർനേറ്റ് കപ്പാസിറ്റി പ്ലാൻസും കൂടെ ഒന്ന് ചെക്ക് ചെയ്യുക. എന്നിട്ട് അതിൽ ഏതാണോ നമുക്ക് കൂടുതൽ എന്ന് മനസ്സിലാക്കാൻ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് നടത്തിയിട്ട് ഏതാണ് നമുക്ക് കൂടുതൽ ബെറ്റർ എന്നുള്ളത് നോക്കുക. ഫിഫ്ത്ത്, അനലൈസ് ദി ഇക്കണോമിക് ഇഫക്ട്സ് ഓഫ് ആൾട്ടർനേറ്റീവ് കപ്പാസിറ്റി പ്ലാൻസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ നമ്മൾ ഈ ആൾട്ടർനേറ്റീവ് കപ്പാസിറ്റി പ്ലാൻസ് കണ്ടെത്തുമ്പോൾ തന്നെ അതിൻ്റെ ഇക്കണോമിക് ഇഫക്ട്സും കൂടെ ചെക്ക് ചെയ്യുക. സിക്സ്ത്ത്, അനലൈസ് ദ റിസ്ക് ആൻഡ് അതർ പോസിബിൾ സ്ട്രാറ്റജിക് കോൺസിക്വൻസസ് ഓഫ് ആൾട്ടർനേറ്റീവ് പ്ലാൻസ്. നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ആൾട്ടർനേറ്റീവ് പ്ലാൻസിൻ്റെ റിസ്ക്കും പിന്നെ സ്ട്രാറ്റജിക് കോൺസിക്വൻസസ്, കോമ്പറ്റീഷനിലൊക്കെ ഉണ്ടാകുന്ന റിസൾട്ടും എഫക്റ്റും എന്തൊക്കെയാണെന്നുള്ളത് അനലൈസ് ചെയ്യാം. സെവൻത്ത്, റെക്കമെൻഡ് എ കോഴ്സ് ഓഫ് ആക്ഷൻ. ഇതെല്ലാം കൂടെ പരിഗണിച്ചിട്ട് നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്, ഫൈനലി നമ്മുടെ ഡിസിഷൻ ഇംപ്ലിമെൻറ്റേഷൻ ഒക്കെ പറയുന്നില്ലേ, ആ ഒരു സ്റ്റേജിലേക്ക് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് റെക്കമെൻഡ് എ കോഴ്സ് ഓഫ് ആക്ഷൻ. ആക്ച്വലി വാട്ട് വി ആർ ഗോയിങ് ടു ഡു. ലാസ്റ്റാണ് ഇംപ്ലിമെൻറ്റ് ദി കോഴ്സ് ഓഫ് ആക്ഷൻ. ഇതൊക്കെ നമ്മൾ തീരുമാനിച്ചിട്ട് ലാസ്റ്റ് എന്ത് ചെയ്യുക, ഡിസിഷൻ എടുത്തതിന് ശേഷം ലാസ്റ്റ് എന്ത് ചെയ്യുക, ഇംപ്ലിമെൻറ്റ് ചെയ്യുക. അതായത് ഈ സ്റ്റെപ്സിലൊന്നുമില്ല, നമ്മൾ സ്റ്റേജസ് അല്ലെങ്കിൽ പ്രോസസ് ഓഫ് കപ്പാസിറ്റി പ്ലാനിങ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ആ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഒന്നും കൂടെ എന്താ പറയുക ഡിവൈഡ് ചെയ്തിട്ട് എലാബറേറ്റ് ചെയ്തിട്ട്, അതായത് കുറച്ചും കൂടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പറയുന്നതാണ് സിംപ്ലി എന്തായിട്ട് പറയുന്നത്, സ്റ്റെപ്സ് ആയിട്ട് പറയുന്നത്.